ഇല്ലാട്ടില്ല നമ്മൾ വന്നിട്ട് കുറേ ആയിട്ടാണ് എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ ആയില്ല ഫോണും കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ആയിരുന്നു ഇല്ലാട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്യാനൊക്കെ കുറച്ച് ഡിലേ ആയി. കാര്യമില്ല, നമ്മൾ ബാക്ക് ടു ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വന്നിരിക്കണില്ല. ഇപ്പൊ എന്താ സംഭവം ചോദിച്ചാൽ ഞാൻ കുറേ ന്യൂസ് കാര്യങ്ങൾ കണ്ടില്ല. ന്യൂസ് കാര്യങ്ങളൊക്കെ അങ്ങനെ സ്പ്രെഡല്ല, ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സ് സമ്മതിക്കണില്ല ഇല്ലാട്ടില്ല. റിയാക്ട് ചെയ്യണം ബട്ട് അപ്പൊ നമ്മൾ ഒരു ന്യൂസ് ആയിട്ട് വന്നിരിക്കണില്ല. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹണി ചേച്ചിനെ അറിയാലോ. ഹണി റോസിനെ ആ ഒരു പോസ്റ്റിൽ ഹണി റോസിന്റെ പോസ്റ്റിൽ വന്നിട്ട് ഏതോ ഒരു അശ്ലീലമായ കമന്റ് ഇട്ട് തന്നെ ഒരു പുള്ളിക്കാരൻ എറണാകുളത്ത് ഒരാളെ അറസ്റ്റ് ചെയ്തില്ലേ. അപ്പൊ അതിന്റെ പിന്നാലെ നോക്കുമ്പോൾ നമ്മുടെ ബോച്ചെ നടന്ന ഹണി റോസിനെ കുറിച്ച് കുറെ പരാമർശങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ ഇന്റർവ്യൂ ഉദ്ഘാടന ചടങ്ങിൽ പോയിട്ട്. അപ്പൊ ആ വീഡിയോ ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഹണി റോസ് ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഹണി റോസ് ചേച്ചിന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു ട്വീറ്റ് പോലെ കുറച്ച് എഴുതിയിട്ടില്ല. ഞാൻ അത് വായിക്കട്ടെ. ബോബി ചെമ്മനൂർ, താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാവും. താങ്കൾ താങ്കളുടെ പണത്തിന് ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഹണി റോസ് വർഗീസ്. ഓക്കെ, ബാക്കിയുള്ള ഇന്ത്യയിലെ നിയമ സംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും അവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം സംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല. മലയാളത്തിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായില്ല, കുഴപ്പമില്ല. ഒരു അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നതും എൻ്റെ ജോലിയുടെ ഭാഗമാണ്. എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല, പരാതിയില്ല. പക്ഷെ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ എൻ്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീകൾക്ക് തരുന്ന എല്ലാ സംരക്ഷണ സാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും. പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിലെ അശ്ലീല ഭാഷാ പണ്ഡിതന്മാരായ നിങ്ങളുടെ ഇത്രയും അവസ്ഥയിൽ കടന്നു പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന് ഞാൻ സ്വയം യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഒരു വ്യക്തി ദയാർത്ഥ്യ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾ അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിൽ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തികൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികതോഗതമായ സെക്ഷലി കളേർഡ് റിമാർക്സ് ഇടല, അതാണ് സംഭവം. അപ്പോൾ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടാ നിലനിൽക്കുന്നതാണ് എന്നാൽ അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ ഉച്ചത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിന് എനിക്ക് പ്രതികരണശേഷിയില്ല എന്നല്ല അർത്ഥം. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അത് പറഞ്ഞ് ശരിയാണെങ്കിൽ ഇടല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ ഒരു റൂൾസും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇടല്ല, സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായില്ല. ഇപ്പൊ നമുക്ക് ഏത് ഡ്രസ്സ് ഇടണം ഇല്ലെങ്കിൽ എങ്ങനെ നടക്കണം എന്നുള്ളത് അവർക്ക് ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ഒരാളെ ഒരിക്കലും കളിയാക്കാൻ പറ്റില്ല. മനസ്സിലായില്ല? ഇപ്പൊ നമുക്ക് തന്നെ മനസ്സിൽ തോന്നി നമ്മളത് മനസ്സിലാക്കുക, അല്ലാതെ ഒരിക്കലും ഒരാളെ കളിയാക്കാനോ അപമാനിക്കാനോ പറ്റില്ല സീരിയസ് ആയിട്ട്. അപ്പൊ ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഹണി ചേച്ചി. അപ്പോ നോക്കാനില്ലല്ലോ, ബോച്ച ഞാൻ കുറെ പറയുന്നുണ്ടല്ലോ, പുള്ളിക്കാരൻ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ബട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറയുന്നുണ്ട്, ആൾ ഒരു ഐഡിയ പറഞ്ഞാൽ അങ്ങനെയായിട്ടില്ലല്ലോ. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറയുന്നുണ്ടാവും. ബട്ട് അത് ഐഡിയോളജിയിൽ പറയുമ്പോൾ ചിലർ ചിന്തിക്കുമ്പോൾ ഇതെന്താ അത് മണ്ടതരം, പക്ഷെ ചിലർ ചിന്തിക്കുമ്പോൾ അതായിരിക്കും ശരി എന്ന ഒരു സംഭവം ഉണ്ട്. ആളുടെ ഐഡിയോളജിയിൽ അതൊക്കെ ശരിയായിരിക്കില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ഹണി ചേച്ചിക്കെതിരെ ഞാൻ കുറെ കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഓരോ ഉദ്ഘാടന പരിപാടിക്കൊക്കെ പോകുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറയണത്. മനസ്സിലായില്ല? അത് അങ്ങനെയാണ് ഹണി റോസിന് ഡ്രസ് ഇട്ട് വന്നിങ്ങനെ എന്തൊക്കെയോ പറയേണ്ടില്ല. ഞാൻ ആ വീഡിയോ കുറച്ച് മുമ്പ് കൂടി റീലിലേക്ക് സജഷൻ വന്നതാണ്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സംഭവം ഇടല്ലേ. അപ്പൊ ഹണി റോസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാമെങ്കിലല്ലേ ബാക്കി ഇനിയിപ്പോൾ വീഡിയോസ് എന്തെങ്കിലും വരികയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് നമ്മളെ വീഡിയോ ഇട്ട് കുറേ പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ കുറച്ച് ഫോണും കാര്യങ്ങളും കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ഇനി തുടർച്ചയായിട്ട് നമ്മുടെ റിയാക്ടിങ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതേ പറയാനുള്ള ഇടല്ലേ. അപ്പോൾ ബൈ.